ഇന്ന് ഞാൻ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾ ചോപ്പേഴ്സിനെ എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് ഇതിൽ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്ത് കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കാൻ പോവാണ്. എന്തുവാ ചേച്ചി, എല്ലാ വെറൈറ്റി ചോപ്പേഴ്സും ഇവിടെ തന്നെ ഉണ്ടല്ലോ. 80 rupees തൊട്ട് 2500 വരെ എല്ലാ ചോപ്പേഴ്സും ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ എടുത്ത പ്രോഡക്റ്റ് ബ്രാൻഡ് വൈസ് അല്ലാതെ ടൈപ്പ് ബേസ്ഡ് ചോപ്പേഴ്സിന്റെ കൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സ്ട്രിംഗ് ചോപ്പർ, പുഷ് ചോപ്പർ, വെജിറ്റബിൾ സ്ലൈസർ, ഡ്രൈ ഫ്രൂട്ട് ചോപ്പർ, മിനി ഇലക്ട്രിക് ചോപ്പർ, റെഗുലർ ഇലക്ട്രിക് ചോപ്പർ, മൾട്ടി ഫംഗ്ഷൻ ചോപ്പർ ആൻഡ് ഹെവി ഡ്യൂട്ടി ചോപ്പർ. ഇപ്പോൾ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് നോക്കിയാൽ മാനുവൽ ചോപ്പേഴ്സിൽ ഈ എല്ലാ ചോപ്പേഴ്സ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. ആൻഡ് ഇത് ചോപ്പർ അല്ല, ഡ്രൈ ഫ്രൂട്ട് കട്ടറ. ക്യൂട്ട് ആയതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാ. നെക്സ്റ്റ് ഇലക്ട്രിക് ചോപ്പേഴ്സിൽ റെഗുലർ ചോപ്പർ, മൾട്ടി ഫംഗ്ഷൻ ചോപ്പർ ആൻഡ് മിനി ചോപ്പർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. പക്ഷെ ഹെവി ഡ്യൂട്ടി ചോപ്പർ മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇതിൽ കൊടുത്ത അറ്റാച്ച്മെന്റ്സ് എന്താണെന്ന് നോക്കിയാൽ സ്ട്രിംഗ് ആൻഡ് പുഷ് ചോപ്പറിൽ സിംഗിൾ ബ്ലേഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ വെജിറ്റബിൾ സ്ലൈസറിൽ ഡിഫറെന്റ് അറ്റാച്ച്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇലക്ട്രിക് ചോപ്പേഴ്സിൽ ബ്ലേഡ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ മൾട്ടി ഫംഗ്ഷൻ ചോപ്പറിൽ 2 എക്സ്ട്രാ അറ്റാച്ച്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്നാ ഫസ്റ്റ് ഏ വെജിറ്റബിൾ ചോപ്പ് ചെയ്യാം. എല്ലാ കറീസിൽ യൂസ് ചെയ്യുന്നത് ഓണിയനെ ചോപ്പ് ചെയ്യാം. പീൽ ചെയ്ത് കട്ട് ചെയ്തല്ലേ ഇതിൽ വെക്കുന്നേ, അതിനെക്കാട്ടിലും കൈ കൊണ്ട് കട്ട് ചെയ്താ പോരെ. ശരി, ഞാൻ ചോപ്പർ യൂസ് ചെയ്യാം, നീ നൈഫ് കൊണ്ട് കട്ട് ചെയ്തോ. കണ്ണുനീര് പോന്നല്ലോ. കണ്ടോ, ഇനീഷ്യലായിട്ട് നൈഫ് കൊണ്ട് കട്ട് ചെയ്താലും ചോപ്പർ കൊണ്ട് കട്ട് ചെയ്താൽ ഫാസ്റ്റ് ആൻഡ് നീറ്റ് ആയിട്ട് കട്ടാവും. ഇനി ചോപ്പർ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല. ചേച്ചി മതി, ഇനി ചോപ്പേഴ്സ് കൊണ്ട് കട്ട് ചെയ്യാം. ഇപ്പൊ മനസ്സിലായോ? നെക്സ്റ്റ് നീ പുഷ് ചോപ്പർ എടുക്ക്, ഞാൻ ഈ സ്ട്രിംഗ് ചോപ്പറിൽ ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ രണ്ടുപേരും ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഓണിയൻ ഇട്ട് ടെസ്റ്റ് ചെയ്യുക. 2 ചോപ്പേഴ്സിലിട്ട് 20 സെക്കൻഡ്സ് ചോപ്പ് ചെയ്യുക. എന്റെ അമ്മേ, എന്റെ കൈവേദന എടുക്കാനാ നിനക്കത് തന്നെ. ചേച്ചി കഴിഞ്ഞെന്ന് തോന്നുന്നു. ശരി, നോക്കാം. ഇതെന്താ കട്ടാവാഞ്ഞ്? ഇവിടെ നോക്കിയാ ഇത് ആര്യ നൈഫ് കൊണ്ട് കട്ട് ചെയ്ത പീസസാ, അൺഈവൻ ആയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ സ്ലൈസറിൽ പീസസ് ഈവൻ ആയിട്ട് കട്ടായി. പുഷ് ചോപ്പറിലും അത്ര ഈവൻ ആയിട്ടൊന്നും ഇല്ല. പക്ഷെ സ്ട്രിംഗ് ചോപ്പറിൽ ഫൈൻ ആൻഡ് ഈവൻ ആയിട്ട് കട്ടായി. ഇത് ഗ്രേവി കറീസ്ക്കൊക്കെ യൂസ് ചെയ്യാം. ശരി ചേച്ചി, നെക്സ്റ്റ് എന്ത് കട്ട് ചെയ്യാം? നിന്റെ ഫേവറേറ്റ് ക്യാബേജ്. ഇപ്പോഴും സെയിം ക്വാണ്ടിറ്റി ഓഫ് ക്യാബേജിനെ ടെസ്റ്റ് ചെയ്യുക. ഇവിടെ ഇതും 2 ചോപ്പേഴ്സിലിട്ട് 20 സെക്കൻഡ്സ് ചോപ്പ് ചെയ്യാം. എന്റെ കൈ ആവശ്യമാണ് നിനക്ക്. ഇനി മതി. ആൻഡ് വെജിറ്റബിൾ സ്ലൈസറിലാണെങ്കിൽ ഇത്രയും ചെറിയ പീസ് വെച്ചാലും കുറച്ച് ഫോഴ്സ് വെക്കേണ്ടി വരിക. സ്ട്രിംഗ് ചോപ്പറിൽ വളരെ ഫൈൻ ആൻഡ് നീറ്റ് ആയിട്ട് ചോപ്പായി. ഇത് തോരനൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് പുഷ് ചോപ്പറിൽ അൺഈവൻ ആയിട്ട് കട്ടായി, സലാഡ്സിൽ യൂസ് ചെയ്യാം. ആൻഡ് സ്ലൈസറിൽ കട്ട് ചെയ്തത്രയും നല്ല ക്യൂബ്സ് ആയിട്ട് കട്ടായി. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫോഴ്സ് വെക്കേണ്ടി വരിക. ഇതെല്ലാം ഓക്കെ, പക്ഷേ ഹാർഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അതുകൊണ്ടാ ക്യാരറ്റ്സ് കൊണ്ടുവന്നേ. ഇവിടെയും ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ക്യാരറ്റ്സ് ഇട്ട് നോക്കാം. സ്ട്രിംഗ് ആൻഡ് പുഷ് ചോപ്പറിൽ കുറച്ച് പ്രഷർ വെച്ചാൽ ചോപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഈ വെജിറ്റബിൾ സ്ലൈസറിലാണെങ്കിൽ നോക്കി ഇത്ര ഫോഴ്സ് വെക്കേണ്ടി വരുവാന്ന്. ഇവിടെ കണ്ട സ്ട്രിംഗ് ചോപ്പറിൽ കുറച്ചു നേരം കൂടി ചോപ്പ് ചെയ്താ നല്ല ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്തേനെ. ഇനി പുഷ് ചോപ്പറിലാണെങ്കിൽ ഒത്തിരി അൺഈവൻ ആയിട്ട് ചോപ്പായി. ഇനി വെജിറ്റബിൾ സ്ലൈസറിലാണെങ്കിൽ നല്ല ക്യൂബ്സ് ആയിട്ട് കട്ടായി. ഈ മാനുവൽ ചോപ്പേഴ്സിൽ സ്ട്രിംഗ് ചോപ്പർ വളരെ ഫൈൻ ആയിട്ട് കട്ട് ചെയ്തു. ആൻഡ് ഇത് അഫോർഡബിളും ആണ്. പക്ഷെ റിവ്യൂസിൽ നോക്കിയപ്പോ കുറച്ചു ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രിംഗ് പൊട്ടിപ്പോവാന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചാ ഇതിനെ സ്മൂത്ത് ആയിട്ട് പുൾ ചെയ്താ കുറെ കാലം വരും. ഇനി ഞാൻ പേഴ്സണലായിട്ട് 3 years തൊട്ട് യൂസ് ചെയ്യുക. എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. ഇനി പുഷ് ചോപ്പറിനെ കുറിച്ച് പറയണമെങ്കിൽ ഒത്തിരി അൺഈവൻ ആയിട്ട് ചോപ്പാവും. പിന്നെ ഒത്തിരി ഫോഴ്സ് വെക്കുന്നത് കൊണ്ട് കൈവേദന ഒത്തിരി വരും. ഇനി സ്ലൈസറിനെ കുറിച്ച് പറയണമെങ്കിൽ കട്ട് ചെയ്ത് അത്രയും നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. പക്ഷെ ഒത്തിരി പ്രഷർ വെക്കേണ്ടി വരിക. ഇനി ഇതിന്റെ ക്ലീനിങ്ങിനെ കുറിച്ച് പറയണമെങ്കിൽ എല്ലാ ചോപ്പേഴ്സിൽ ഇങ്ങനെ ബ്ലേഡ്സ് റിമൂവ് ചെയ്ത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. പക്ഷേ ഈ വെജിറ്റബിൾ സ്ലൈസറിൽ ബ്ലേഡ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ ഒരു ബ്രഷ് യൂസ് ചെയ്യേണ്ടി വരിക. ഇനി മാനുവൽ ചോപ്പേഴ്സ് കഴിഞ്ഞു, ഇലക്ട്രിക് ചോപ്പേഴ്സ് ടെസ്റ്റ് ചെയ്യാം. എന്നാ നീ അത് ഒറ്റയ്ക്ക് ചെയ്തോ, ഞാൻ പോയി ഇതുകൊണ്ട് നിനക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കേണ്ടി വരാം. സ്പെഷ്യൽ ഡിഷോ? എന്ത് ചെയ്യുവോ എന്തോ. മാനുവൽ ചോപ്പേഴ്സിൽ ഹാർഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ അതേ ഹാർഡ് വെജിറ്റബിൾസിനെ ഇലക്ട്രിക് ചോപ്പേഴ്സിൽ ടെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇതുകൊണ്ട് എന്തോ ഉണ്ടാക്കാനാ? തോരൻ? തേങ്ങയില്ല. മോമോസ്? ഒത്തിരി സമയം എടുക്കും. ഇതുകൊണ്ട് എല്ലാ ചോപ്പേഴ്സിൽ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ക്യാരറ്റ് എന്നാ 100 grams എടുക്കുക.
ആൻഡ് മിനി ചോപ്പർ ചെറുതായതുകൊണ്ട് 50 ഗ്രാംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ചോപ്പേഴ്സിലിട്ട് ഈവൻ റിസൾട്ട്സിന് വേണ്ടി 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇവിടെ നോക്കിയാ ഹെവി ഡ്യൂട്ടി ചോപ്പർ ആൻഡ് മിനി ചോപ്പർ നന്നായിട്ട് ചോപ്പ് ചെയ്തു. പക്ഷെ റെഗുലർ ആൻഡ് മൾട്ടി ടൈപ്പ് ചോപ്പർ ആവറേജ് ആയിട്ട് ചോപ്പ് ചെയ്തു. ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് ചേച്ചി എനിക്ക് ഒരു 5000 രൂപ തന്നാ അടിപൊളി. നെക്സ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് ടെസ്റ്റ് ചെയ്യാം. ഇവിടെയും മിനി ചോപ്പറിൽ 50 ഗ്രാംസ് ആൻഡ് ബാക്കി എല്ലാ ചോപ്പേഴ്സിൽ 100 ഗ്രാംസ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക. ഇതും ചോപ്പേഴ്സിലിട്ട് ഈവൻ റിസൾട്ട്സിന് വേണ്ടി 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇവിടെ നോക്കിയാ റെഗുലർ ആൻഡ് ഹെവി ഡ്യൂട്ടി ചോപ്പർ നന്നായിട്ട് ചോപ്പ് ചെയ്തു. ഇനി മിനി ചോപ്പർ ആൻഡ് മൾട്ടി ടൈപ്പ് ചോപ്പറും കുഴപ്പമില്ല എന്ന് പറയാം. നെക്സ്റ്റ് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തത് ചോപ്പ് ചെയ്യാൻ പോവാണ്. ചേച്ചി എന്തുവാ ഇതാണോ നിന്റെ സ്പെഷ്യൽ ഡിഷ്? ടേസ്റ്റി കൊള്ളാവോ? സൂപ്പർ ആര്യ, നല്ല ഹെൽത്തി ഡിഷ്. ഉപ്പ് കൂടിപ്പോയി. എന്തോ ചേച്ചി സ്പെഷ്യൽ? ചിക്കൻ ചോപ്പ് ചെയ്യാൻ പോവാ. ചിക്കനോ? ചോപ്പേഴ്സിലോ? നിനക്കറിയത്തില്ലേ, ഇതിൽ വെജിറ്റബിൾസ് മാത്രമല്ല മീറ്റിനെയും ചോപ്പ് ചെയ്യാം. പിന്നെ ചെറുതില് ഇതിപ്പത്തേക്ക് മാറ്റി വെക്കാം. ഈ 3-ൽ ചിക്കൻ ചോപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ എല്ലാ ചോപ്പേഴ്സിലും ഈക്വൽ ക്വാണ്ടിറ്റീസ് 200 ഗ്രാംസ് ഓഫ് ചിക്കൻ ഇടുക. ഇപ്പൊ ചോപ്പേഴ്സിലിട്ട് 10 സെക്കൻഡ്സ് ചോപ്പ് ചെയ്യാം. ഇവിടെ കണ്ട ചിക്കനെയും എല്ലാ ചോപ്പേഴ്സ് നന്നായിട്ട് ചോപ്പ് ചെയ്തു. ഇവൽ ഈ ചോപ്പ് ചെയ്തെല്ലാം പിന്നെയും കൊണ്ടുപോയി എന്ത് ചെയ്യുവോ എന്തോ. അപ്പൊ വരെ ഈ മൾട്ടി ചോപ്പറിൽ എന്താ മൾട്ടിപ്പിൾ എന്ന് നോക്കാം. ഇതിൽ കൊടുത്ത ബ്ലെൻഡിങ് ആൻഡ് വിസ്കിംഗ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് മിൽക്ക് ഷേക്സ്, വിപ്പിംഗ് ക്രീം പോലെ കുറെ ഉണ്ടാക്കാം. എല്ലാ ചോപ്പേഴ്സിൽ ഇങ്ങനെ ബ്ലേഡ്സ് റിമൂവ് ചെയ്ത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ആര്യയ്ക്ക് വേണ്ടി അവളുടെ ഫേവറേറ്റ് ഫ്രാപ്പുച്ചിനോ റെഡി. ചേച്ചി നീ ഉണ്ടാക്കിയ ചിക്കൻ കൊണ്ട് ചിക്കൻ ഫ്രൈ ആൻഡ് ക്യാരറ്റ് ഹൽവ. ചേച്ചിക്ക് ക്യാരറ്റ് ഹൽവ. താങ്ക് യു. താങ്ക് യു. ഇത് സൂപ്പർ ഉണ്ട് ആര്യ. ഇതും കൊള്ളാം ചേച്ചി. സോ ഫൈനലായിട്ട് ഞങ്ങൾ ചോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം യൂസ് ചെയ്ത് ചിക്കൻ ഫ്രൈ, സാൻഡ്വിച്ച്, ക്യാരറ്റ് ഹൽവ ആൻഡ് ഫ്രാപ്പുച്ചിനോ ഉണ്ടാക്കി. ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സ്ട്രിംഗ് ചോപ്പറാണ്. എന്നാന്ന് വെച്ചാൽ ഇത് under 200 റുപ്പീസിൽ ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാനുവൽ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരിക. ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടാവാതെ സിംഗിൾ ക്ലിക്കിൽ ചോപ്പ് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രിക് ചോപ്പേഴ്സ് ബെസ്റ്റ് ആണ്. എല്ലാം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷെ എന്റെ നെക്സ്റ്റ് ബെസ്റ്റ് ഫേവറേറ്റ് ഇതാണ്. എന്നാന്ന് വെച്ചാൽ ഇത് വലിയ ബൗൾ കൊണ്ട് വരുന്നത് കാര്യം ഒരുമിച്ച് കൂടുതൽ വെജിറ്റബിൾസിനെ ചോപ്പ് ചെയ്യാം. അതല്ലാതെ ഈ വിസ്കർ അറ്റാച്ച്മെന്റ് യൂസ് ചെയ്ത് എഗ് വിസ്കിങ്ങും ചെയ്യാം. ആൻഡ് ഇത് നോൺ വെജ് ലവേഴ്സിന് നന്നായിട്ട് യൂസ് ആവും. ഇനി ഇതിൽ ടൈമർ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, റെഗുലർ ക്വാണ്ടിറ്റിയിൽ ചോപ്പിങ്ങിന്റെ കൂടെ ബേക്കിംഗ് ആൻഡ് മിൽക്ക് ഷേക്സ് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ മൾട്ടി ഫംഗ്ഷൻ ചോപ്പർ നല്ല ഓപ്ഷൻ ആണ്. ആൻഡ് ഇത് രണ്ടും സിമിലർ പ്രൈസിൽ വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്, ഈ മിനി ചോപ്പർ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ആൻഡ് ഹോസ്റ്റലേഴ്സിന് നന്നായിട്ട് യൂസ് ആവും. ഈ എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഈ പ്രോഡക്ട്സ് ആരും സ്പോൺസർ ചെയ്തതല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഹോണസ്റ്റ് റിവ്യൂന് നിങ്ങളോട് പറയുക. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്,